Question number 11. From all the letters of English alphabet, 5 letters are chosen and are arranged in alphabetical order. അപ്പോൾ നോക്കിയാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ 26 ലെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 ലെറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു 5 ലെറ്റർ വേർഡാണ് കിട്ടുന്നത്. പക്ഷെ ആ വേർഡിനകത്തെ ലെറ്റേഴ്സ് എന്തായിരിക്കും? ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ മിഡിൽ ലെറ്റർ ഈസ് എം. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലുമുള്ള ഒരു 5 ലെറ്റർ വേർഡ് കിട്ടിയാൽ പോരാ. എങ്ങനെയായിരിക്കണം? ഒന്ന്, അത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കണം. അതോടൊപ്പം തന്നെ മിഡിൽ ലെറ്റർ കൃത്യമായിട്ട് എന്ത് തന്നെയാകണം? എം തന്നെയാകണം. ശരിയാണല്ലോ. അപ്പം നമുക്ക് 5 ലെറ്റർ വേർഡ്സ് ആണ് ഫോം ചെയ്യാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ 5 പ്ലേസുകളിലേക്ക് ലെറ്റേഴ്സ് എടുത്ത് ഫിൽ ചെയ്താൽ മതിയാകും. ശരിയാണല്ലോ. പക്ഷേ ഈ 5 പൊസിഷൻസിൽ മിഡിൽ പൊസിഷനിൽ ഉറപ്പായിട്ടും എന്ത് തന്നെ വരണം? എം തന്നെ വരണം. വേറൊരു പോസിബിലിറ്റിയും അവിടെ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ പൊസിഷൻ, അതായത് ഇവിടെ തേർഡ് പൊസിഷൻ, എനിക്ക് ഒരൊറ്റ രീതിയിൽ മാത്രമേ ഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എം അല്ലാതെ മറ്റൊരു പോസിബിലിറ്റി ഇല്ല. ഇനി നമുക്ക് ബാക്കിയുള്ള പ്ലേസുകളിലേക്ക് നോക്കാം. എമ്മിന് മുൻപിലായിട്ട് 2 പ്ലേസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? ഈ 2 പ്ലേസുകളിലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ എമ്മിന് മുൻപിൽ വരുന്ന ലെറ്ററുകൾ മാത്രമല്ല നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന 5 ലെറ്റർ വേർഡ് എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ വരണം. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എമ്മിന് മുൻപിലുള്ള ലെറ്റേഴ്സ് ഒക്കെ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എമ്മിന് മുൻപിലായിട്ട് വരുന്ന ലെറ്ററുകൾ തന്നെയല്ല പറ്റുള്ളൂ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കി, ABCD എന്ന ഓർഡറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എമ്മിന് മുൻപിലായിട്ട് ടോട്ടൽ എത്ര ലെറ്റേഴ്സ്? ABCD ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 12 ലെറ്റേഴ്സ് ആണ് എമ്മിന് മുൻപിലായിട്ട് വരുന്നത്. ശരിയാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ 12 ലെറ്റേഴ്സിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം മാത്രമല്ല എനിക്ക് ആദ്യത്തെ 2 പൊസിഷൻസിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ആ 12 ലെറ്റേഴ്സിൽ നിന്നും 2 ലെറ്ററുകൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത 2 ലെറ്റേഴ്സിനെ നമുക്ക് ഈ 2 പൊസിഷൻസിലേക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷെ എനിക്ക് ഒരൊറ്റ തരത്തിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? അത് ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ അറേഞ്ച് ചെയ്യേണ്ടത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റു 1. ഇനി ഇതേപോലെ നമ്മുടെ ഈ 5 ലെറ്റർ വേർഡ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ വരണം. അപ്പം അങ്ങനെയാണെങ്കിൽ എമ്മിന് ശേഷമുള്ള 2 പൊസിഷൻസ് നമുക്ക് എമ്മിന് ശേഷം വരുന്ന ലെറ്റേഴ്സ് കൊണ്ടല്ല നിറയ്ക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എം കഴിഞ്ഞാൽ അടുത്ത എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13 ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് കാണാൻ പറ്റുക. ശരിയാണല്ലോ. NOPQ അങ്ങനെ എണ്ണി നോക്കിയാൽ 13 ലെറ്റേഴ്സ് ഉണ്ടാകും. ആ 13 ലെറ്റേഴ്സിൽ നിന്നും 2 എണ്ണം എടുത്താണ് ഞാൻ അടുത്ത 2 പൊസിഷൻസ് നിറയ്ക്കേണ്ടത്. അപ്പോൾ 13 ലെറ്റേഴ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 2 എണ്ണത്തിനെ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തതിനെ ഇനി അവിടെ അറേഞ്ച് ചെയ്യണം. പക്ഷെ അവിടെയും ഒരു തരത്തിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ആൽഫബറ്റിക്കൽ ഓർഡറിലാകണം. വേറൊരു രീതിയിലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻറ്റു 1. ഇത് ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്താ കിട്ടുക? ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു 12C2 ഇൻറ്റു അല്ലെ 1 ഇൻറ്റു 1 ഇൻറ്റു 13C2 ഇൻറ്റു 1 എന്ന് കിട്ടും. 12C2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 2. 13C2 എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2. അതായത് 66 ഇൻറ്റു 13 ഇൻറ്റു 6 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 66 ഇൻറ്റു 13 ഇൻറ്റു 6 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 5148 എന്ന് കിട്ടും. 5148 ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്.